ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ പറ്റിയുള്ള ഫ്യൂ സ്റ്റെപ്സാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അതോടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് ശ്രദ്ധിച്ച് കാണുക. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് കണ്ടിന്യൂ ചെയ്യാം. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻസ് നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈവൻ നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് 1 ഇയർ ടൈം കിട്ടും റീലൊക്കേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഏജ് ആണ്. 25 to 39 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് പെർഫെക്റ്റ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പം IELTS 6 ഈച്ച് അല്ലെങ്കിൽ PTE 50 ഈച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും. പക്ഷേ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് IELTSന് 7 ഈച്ച് അല്ലെങ്കിൽ PTE 65 ഈച്ചെങ്കിലും വേണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസുമാണ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ മതി. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടും. പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിരിക്കണം. അപ്പോൾ 3 to 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതനുസരിച്ചുള്ള പോയിന്റ് കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പറ്റത്തില്ല എന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പറ്റും, പക്ഷേ പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് സ്പൗസിൻ്റെ പോയിൻ്റാണ്. ഇപ്പോൾ ആപ്ലിക്കൻ്റ് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോയിന്റ് കിട്ടും 10 പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ സ്പൗസിന് ലെസ് ദാൻ 45 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരിക്കണം. IELTS അല്ലെങ്കിൽ PTEക്ക് 6 ഈച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 പോയിൻറ്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതല്ല ആപ്ലിക്കൻറ്റിൻ്റെ സ്പൗസ് സെയിം ഒക്കുപ്പേഷൻ ലിസ്റ്റിൽ ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 5 പോയിൻ്റ് കൂടെ, അതായത് 10 പോയിൻ്റ് തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും.